കീം 2026 എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കുക, രണ്ട് പ്രധാനപ്പെട്ട ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതറിയാതെ നിങ്ങൾ എക്സാം ഹാളിൽ പോകരുത്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലും CBSE നോർമലൈസേഷൻ പ്രോസസ്സിലാണ് ഫസ്റ്റ് ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് മുമ്പ് നോർമലൈസ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഫോർമുലയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എടുക്കുക ആ ബോർഡിലെ ആ ഒരു സബ്ജക്റ്റിലെ ടോപ്പറുടെ മാർക്കാണ്. റൈറ്റ്, ഇപ്പോൾ ബേസിക്കലി ദർ ഇസ് നോ നോർമലൈസേഷൻ. കാരണം ടോപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയാൾ എപ്പോഴും ഒരു 100 സ്കോർ ചെയ്യുന്ന ഒരു ടോപ്പർ, അത് CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ ഉണ്ടാകും. അയാളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്ലെയർ ആണ്, എപ്പോഴും ഒരു ടോപ്പർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തവണ നോർമലൈസേഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എന്ത് സ്കോറാണോ ലഭിക്കുക അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്യുക. അത് CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ. ഇത് ശരിക്കും ഒരു മണ്ടൻ തീരുമാനമാണ് ഗവൺമെന്റിന്റെ. ഇത് ആരെയും നെഗറ്റീവായി ബാധിക്കും. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് വളരെ ടഫായി CBSE ഈസി ആയാൽ അത് സ്റ്റേറ്റ് സിലബസുകാർക്ക് നല്ല പ്രശ്നമായിരിക്കും. നേരെ തിരിച്ചായാൽ CBSEക്കാർക്കും പ്രശ്നമായിരിക്കും. ഇത് ഗവൺമെന്റിന്റെ അനാവശ്യമായൊരു മണ്ടൻ തീരുമാനമാണ്. വേറെ ഫോർമുല വേണമായിരുന്നു. രണ്ടാമത്തെ ചേഞ്ച് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചേഞ്ചാണ്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ മുൻപത്തെ വെയിറ്റേജ് 1:1:1 ആണെങ്കിൽ ഇപ്പോൾ മാത്സിന്റെ വെയിറ്റേജ് 5, ഫിസിക്സിന് 3, കെമിസ്ട്രിക്ക് 2 എന്നാക്കിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്സിന്റെ മാർക്ക് 90, അതേപോലെ തന്നെ ഫിസിക്സിന്റെ മാർക്ക് 80, കെമിസ്ട്രിയുടെ മാർക്ക് 90 ആണ് എന്ന് സങ്കല്പിക്കുക ഔട്ട് ഓഫ് 100. മുൻപത്തെ ഫോർമുല പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്നുള്ളത് 3 ആഡ് ചെയ്യുക. അതായത് 260 ഔട്ട് ഓഫ് 300 ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്ന സ്കോർ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ വെയിറ്റേജ് മാറി. മാത്തമാറ്റിക്സ് 90 എന്ന് പറയുമ്പോൾ അതിന് 135 ഔട്ട് ഓഫ് 150 ആയി അതിൻ്റെ വാല്യൂ മാറും. ഫിസിക്സിൻ്റെ വാല്യൂ എന്നുള്ളത് ഫിസിക്സ് 9 പോകുമ്പോൾ ഫിസിക്സിൻ്റെ വാല്യൂ 72 ഔട്ട് ഓഫ് 72 ഔട്ട് ഓഫ് 90 ആവും. 72 ഔട്ട് ഓഫ് 90 ആവും. കെമിസ്ട്രിയുടെ മാർക്ക് എന്നുള്ളത് 54 ഔട്ട് ഓഫ് 60 ആയിട്ട് മാറും. അപ്പോൾ ടോട്ടൽ മാർക്ക് എന്നുള്ളത് 135 പ്ലസ് 72 207 പ്ലസ് 54 261 ഔട്ട് ഓഫ് 261 ഔട്ട് ഓഫ് 300 ആവും. അപ്പോൾ ചെറിയ ഡിഫറൻസുകൾ എന്ത് ചെയ്യും നിങ്ങളുടെ മാർക്കിനനുസരിച്ച് വരും. എസ്പെഷ്യലി നിങ്ങൾ മാത്തമാറ്റിക്സിനും ഫിസിക്സും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു ഫോർമുല പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുക, ഇതിനനുസരിച്ച് നമ്മൾ കീം പ്ലാൻ ചെയ്യുക. കീം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ വഴിയെ പറയാം.